മനപ്പുറം ചെയ്തതല്ല. പൂജ, എടോ, അപ്പോഴത്തെ സാഹചര്യം അതായിപ്പോയി. എന്ത് സാഹചര്യമാണെങ്കിലും ഫോണിൽ അറ്റൻഡ് ചെയ്യാമല്ലോ. അറ്റൻഡ് ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല. അവിടെ ഒരിടത്ത് റേഞ്ച് ഇല്ലായിരുന്നു. എന്തിനാ ആദ്യം വെറുതെ നോണ പറയുന്നത്? റേഞ്ച് ഇല്ലാതിരിക്കാൻ നിങ്ങൾ പോയത് ശൂന്യാകാശത്തൊന്നും അല്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും താനിപ്പോൾ വിശ്വസിക്കില്ല. ഇല്ല, വിശ്വസിക്കില്ല. റേഞ്ച് ഇല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാലും മതിയായിരുന്നല്ലോ. എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നില്ലേ? സമ്മതിച്ചു, എന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. കുറ്റസമ്മതം കൊണ്ടല്ല ആയില്ലല്ലോ. മനുഷ്യനിവിടെ തീ തിന്നതിന് പകരം വെക്കാൻ അതുകൊണ്ട് പറ്റുമോ? താൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലച്ചുവിനോടൊപ്പം ബാംഗ്ലൂർ പോവാന്ന്. ഓ, അത് വലിയ കാര്യമായി പോയി. അതെപ്പോഴാ പറഞ്ഞത്? രാത്രിയിലല്ലേ? അപ്പോഴെങ്കിലും അത് പറയാനുള്ള സന്മനസ് കാണിച്ചല്ലോ. താനെന്താ പൂജ ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കുന്നത്? പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയാൻ താല്പര്യമില്ല. അല്ല, താൻ അറിയണം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചോദിച്ചപ്പോ ഒന്നിനും വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഇനി അതറിയാൻ എനിക്ക് താല്പര്യമില്ല. താനായി തന്റെ ഇഷ്ടങ്ങളായി. ഇനി എന്റെ ഇഷ്ടങ്ങളിൽ കൈകടത്താൻ വരാതിരുന്നാ മതി. പൂജ, അങ്ങനെ താനിപ്പോ പോണ്ട. എനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ കേൾക്കണം. ആദ്യം കൈവിട്, ഞാൻ പോട്ടെ. അതും നമ്മുടെ തമ്മിലുള്ള പ്രശ്നം ഈ വീട്ടിലെ മറ്റുള്ളവരെയും കൂടി അറിയിക്കണം. അറിയിക്കണമെന്ന് തനിക്ക് നിർബന്ധമാണെങ്കിൽ ആവാം. ഏത് വഴക്കിനും ഞാൻ ഒരുക്കാം.